My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 362 എപ്പിസോഡിൽ കൽക്കേറിയ സിലിക്കേറ്റ എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ മെൻ്റൽ സിംറ്റംസാണ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിചിത്രമായ പല ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭ്രാന്തിൻ്റെ വക്കോളം എത്തുന്ന അവസ്ഥകൾ, വളരെ വിചിത്രമായ ചില സങ്കല്പങ്ങൾ, മരിച്ചവർ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ, അങ്ങനെ പലരിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില മാനസിക ലക്ഷണങ്ങൾ, മറ്റു ഔഷധങ്ങളിൽ കാണാത്ത ചില സവിശേഷമായ ലക്ഷണങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഹീസ് ആബ്സെന്റ് മൈൻഡഡ് ആൻഡ് എക്സൈറ്റബിൾ ആൻഡ് ഈസിലി ആങ്കേർഡ് ആൻഡ് ഹിസ് സിംറ്റംസ് ആർ വേഴ്സ് ആഫ്റ്റർ ആങ്കർ. ദേഷ്യം, വളരെ എളുപ്പത്തിൽ ദേഷ്യം വരും, ദേഷ്യം കൊണ്ടായുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുപോലെ ആബ്സെന്റ് മൈൻഡഡ് ആണ്, അയാൾ ഇരിക്കുന്നിടത്ത് അയാളുടെ മനസ്സില്ല, പെട്ടെന്ന് അയാൾ ഉത്തേജിതയാകും. സിംറ്റംസ് വേഴ്സ് വെൻ എലോൺ, തനിയെയായിരിക്കുമ്പോൾ, ഏകാഗിയായിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. ആങ്സൈറ്റി ഇൻ ഈവനിങ്സ് ഇൻ ബെഡ് ആൻഡ് ഡ്യൂറിങ് ദ നൈറ്റ് അബൌട്ട് ഹെർ ഹെൽത്ത്, വേഴ്സ് ഡ്യൂറിങ് മെൻസസ് ആൻഡ് ഓൺ വേക്കിംഗ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ലക്ഷണങ്ങൾ മോശമാകുന്ന ചില സന്ദർഭങ്ങൾ, സായന്നത്തിൽ, സന്ധ്യയ്ക്ക്, കിടക്കാൻ നേരത്ത്, രാത്രിയിൽ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ വരുന്നു. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും ഈ ഉത്കണ്ഠ അവരെ വേട്ടയാടുന്നു. വാണ്ട്സ് മെനി തിങ്സ് ആൻഡ് സൂൺ ടയേഴ്സ് ഓഫ് ദം, ഡിസയേഴ്സ് ദ അൺഒബ്റ്റൈനബിൾ, നത്തിങ് സ്യൂട്ട്സ് ആൻഡ് ഹീസ് വെരി ക്രിട്ടിക്കൽ. മറ്റൊരു വിചിത്രമായ ഒരു ലക്ഷണം, ഒന്നിന് പിന്നാലെ ഒന്നാളുടെ പലതും അയാൾ ആഗ്രഹിക്കുന്നു. ഒരു ചാപല്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒന്ന് കിട്ടണം, അത് കഴിയുമ്പോൾ മറ്റൊന്ന് വേണം, പക്ഷെ ഒന്നുകൊണ്ടും ആൾക്കൊരു തൃപ്തിയില്ല. അങ്ങനത്തൊരു ചപലതയാണ് കാണുന്നത്. കിട്ടാൻ സാധ്യമില്ലാത്തവ വേണമെന്ന് ആഗ്രഹിക്കുക, അസാധ്യമായവ സാധിക്കണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിൻ്റെ ഒരു മോർബിഡ് കണ്ടീഷൻ. ഒന്നും തനിക്ക് യോജിക്കുന്നില്ല, എല്ലാത്തിനെയും കുറ്റം പറയും. തനിക്ക് കിട്ടിയതിന് മുഴുവൻ കുറ്റം പറഞ്ഞ് അതിൽ തൃപ്തിയില്ലാതെ അടുത്തതിന് വേണ്ടി പായും. ഇനബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ദ മൈൻഡ് ഓൺ വാട്ട് ഹീ ഈസ് റീഡിങ് ഓർ ലിസണിങ്. മനസ്സിന് ഏകാഗ്രതയില്ല. താൻ വായിക്കുന്നൊരു കാര്യം, താൻ ഒരു ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ, മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുന്നു. ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹിസ് കോൺഫിഡൻസ് ഇൻ ഹിംസെൽഫ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി, തന്നിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ. Confusion of mind in the morning on waking and in the evening, after eating, after mental exertion and while sitting. മനസ്സിൻ്റെ ഒരു ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ ഇറ്റാലിക്സിലാണ്, അത് പല സന്ദർഭങ്ങളിൽ അത് വരുന്നുണ്ട്. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, സായന്നത്തിൽ, ആഹാരം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മാനസികമായ അധ്വാനം കൊണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു ആശയക്കുഴപ്പമുണ്ട്. കൺസ്റ്റലേഷൻ ഇറിറ്റേറ്റ്സ് ഹിം, കോൺട്രറി ആൻഡ് ടിമിഡ്, ഈവൻ കവാർഡ്ലി. സമാശ്വസിപ്പിക്കുമ്പോഴേക്കും അയാൾക്ക് അസ്വസ്ഥ ഉണ്ടാകുന്നു. സമാശ്വാസം കൊണ്ട് അയാൾക്ക് ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നില്ല, അസ്വസ്ഥ ഉണ്ടാകുന്നു, അയാൾ അതിനെ എതിർക്കുന്നു. ഭീരുത്വത്തോളം എത്തുന്ന ആ ഒരു സങ്കോചത്തിൻ്റെ അവസ്ഥ, എല്ലാത്തിനും മാറി നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന അവസ്ഥ, അതൊരു സമ്പൂർണമായൊരു ഭീരുത്വം അതിലേക്ക് എത്തുകയാണ്, കവാഡിറ്റിലേക്ക് എത്തുകയാണ്. ഷി സിറ്റ്സ് ലോങ് ഇൻ വൺ പ്ലേസ് ആൻഡ് ലുക്സ് ഇൻ ടു സ്പേസ് ആൻഡ് ഡസ് നോട്ട് ആൻസർ വെൻ സ്പോക്കൺ ടു. ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്, വെറുതെ ഇരിക്കുന്നു, വിദൂരത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിയൊന്നും പറയുന്നില്ല, സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു. പാസീവ് ഡെലിറിയം, ടോക്സ് ആൻഡ് ആക്ട്സ് ലൈക്ക് വൺ ഇൻസൈൻ. പാസീവ് ഡെലിറിയം, വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ മനസ്സിൻ്റെ സമനില തെറ്റിയ പോലെ, ഇൻസാനിറ്റിയിലേക്ക് എത്തിയതുപോലെ അവർ പ്രവർത്തിക്കുന്നു. ടോക്കിംഗ് ടു ഇമാജിനറി പീപ്പിൾ ഹു ഹാവ് ലോങ് ബീൻ ഡെഡ്. വളരെ മുൻപേ മരിച്ചുപോയ ആളുകളെ ജീവിച്ചിരിക്കുന്നതായി സങ്കല്പിച്ച് അവരോട് സംസാരിക്കുന്നു. ടോക്സ് നോൺസെൻസ് ആൻഡ് ഫൂളിഷ് തിങ്സ്, ടോക്സ് കൊഹറൻ്റ്ലി ബട്ട് അബൌട്ട് ഇമ്പോസിബിൾ തിങ്സ്. അപ്പോൾ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ പറയും, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ പരസ്പര ബന്ധിതമായി സംസാരിക്കും. അങ്ങനെ സംസാരിച്ചാലും പറയുന്നത് അസാധ്യമായ കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി ആൻഡ് ഗോസ് ഓഫ് ഇൻ ടു മട്ടറിങ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കും
അത് വ്യക്തതയില്ലാതെ എന്തോ ഇങ്ങനെ പിറുവിറുക്കുന്ന പോലെ മന്ത്രിക്കുന്ന പോലെയൊക്കെ ആയിപ്പോകും. വാസ്റ്റ് ഗോഡ് ഓഫ് ദ വിൻഡോ, ജനാലയിലൂടെ പുറത്തേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നു. തിങ്സ് ഹെർ ഹസ്ബൻഡ് ലോങ് ഡെഡ് ഈസ് ഇൻ ദ നെക്സ്റ്റ് റൂം, വളരെ മുമ്പേ മരിച്ചുപോയ തൻ്റെ ഭർത്താവ് അടുത്ത മുറിയിലിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം. ആൻഡ് ഗ്രീവ്സ് ബിക്കോസ് ദേ വിൽ നോട്ട് ലെറ്റ് ഹെർ ഗോ ഇൻ ടു ഹിം, മറ്റു ബന്ധുക്കൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഖേദിക്കുന്നു, അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നു. ഹെയർ ലിവിങ് സൺ ഷി കോൾസ് ബൈ ദ നെയിം ഓഫ് വൺ ലോങ് ഡെഡ്, കുട്ടികൾ പലതുണ്ട്, ഒന്നോ രണ്ടോ കുട്ടികൾ മരിച്ചുപോയി, പക്ഷെ ജീവിച്ചിരിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് മരിച്ചുപോയ കുട്ടിയുടെ പേര് വിളിക്കുക, അങ്ങനെ വിചിത്രമായ അവസ്ഥകൾ. മട്ടേഴ്സ് ഫൂളിഷ് തിങ്സ് ആൻഡ് സീ ഡെഡ് പീപ്പിൾ, മണ്ടത്തരങ്ങൾ പറയുന്നു, മരിച്ച ആളുകളെ കാണുന്നു. ഷീ വാണ്ടേഴ്സ് ഓൾ നൈറ്റ് ഇൻ ഹെർ റൂം വിത്തൗട്ട് സ്ലീപ്പ്, ഉറക്കമില്ലാതെ മുറിയിലിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വിചിത്രമായ അവസ്ഥകളാണ്. ഷീ വാണ്ടേഴ്സ് ഓൾ നൈറ്റ് ഇൻ ഹെർ റൂം വിത്തൗട്ട് സ്ലീപ്പ്, ഉറക്കമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ സീംസ് ടു സീ ആൻഡ് കൺവേഴ്സ് വിത്ത് ഡെഡ് ഫ്രണ്ട്സ്, മരിച്ചുപോയ സുഹൃത്തുക്കളെ കാണുന്നു, അവരുമായിട്ട് സംഭാഷണം ചെയ്യുന്നു. വിത്ത് ഹെർ ഡെഡ് സൺ, മരിച്ചുപോയ മകനുമായിട്ട് സംഭാഷണം ചെയ്യുന്നു. ആൻഡ് ഹെർ ഡെഡ് ഹസ്ബൻഡ്, മരിച്ചുപോയ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നു. വാണ്ട്സ് ടു ഗെറ്റ് ഡിന്നർ ഫോർ ഹെർ ഡെഡ് ഹസ്ബൻഡ്, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി അത്താഴം ഒരുക്കാൻ അവർ പരിശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. എത്രത്തോളം രൂഢമൂലമാണ് അവരുടെ മാനസികമായ വ്യതിചലനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷീ ഇമാജിൻസ് ഹെർ ഹസ്ബൻഡ് വിൽ സ്റ്റാർവ് ഇഫ് ഹി ഡസ് നോട്ട് ഫൈൻഡ് ഹിം, അയാളെ കണ്ടെത്തി ആഹാരം കൊടുത്തില്ലെങ്കിൽ അയാൾ പട്ടിണി കിടക്കും, അയാൾക്ക് വിശക്കും എന്നൊക്കെയാണ് ആ സ്ത്രീ ചിന്തിക്കുന്നത്. മെനി ഡെലൂഷൻസ് അബൌട്ട് ഡെഡ് പീപ്പിൾ, മരിച്ചവരെ കുറിച്ച് നിരവധി മിഥ്യാസങ്കല്പങ്ങൾ, ചിന്തകൾ. സീസ് ഡെഡ് പീപ്പിൾ ആൻഡ് കോർപ്സസ്, മരിച്ച ആളുകളെയും മൃതദേഹങ്ങളെയും കാണുന്നു. ഹൊറിബിൾ വിഷൻസ്, ഭയാനകമായ ദർശനങ്ങൾ അവർക്കുണ്ടാകുന്നു. സീസ് ഡിസഗ്രിയബിൾ പേഴ്സൺസ് ഹാഫ് അവേക്ക്, പാതി മയക്കത്തിൽ പാതി ഉണർവിലായിരിക്കുമ്പോൾ തനിക്ക് യോജിക്കാനാവാത്ത വിയോജിപ്പുള്ള ആളുകളെ കാണുന്നു. ഇല്യൂഷൻസ് ഓഫ് ഫാൻസി, സങ്കല്പങ്ങൾ സാങ്കല്പിക ലോകത്തായിരിക്കുന്നു. ഷി ഹിയേഴ്സ് വോയിസസ് ആൻഡ് ആൻസേഴ്സ് ദ വോയിസസ് ഓഫ് ദ ഡെഡ്, ശബ്ദങ്ങൾ കേൾക്കുന്നു, ആ ശബ്ദങ്ങൾക്ക് മറുപടി പറയുന്നു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന പോലെ പോകുന്നു മാനസിക രോഗികളൊക്കെ. പക്ഷെ അവരെന്തൊക്കെയോ കേട്ടിട്ട്, അജ്ഞാത ശബ്ദങ്ങളെ കേട്ടൊക്കെയോ പറയുന്നത്. അപ്പോൾ ചിലരതൊക്കെ പിന്നീട് ആരോഗ്യത്തിലേക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം മഹാനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹമായിട്ട് പോയി അദ്ദേഹത്തിൻ്റെ പല സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഭ്രാന്ത് വന്ന അവസ്ഥ. ഒരു സങ്കല്പം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. തൃശ്ശൂർ താമസിക്കുമ്പോഴാണ് വടക്കുന്നാഥന്, ശിവൻ വടക്കുന്നാഥന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ പല്ലുകൾ മഞ്ഞച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് മഞ്ഞച്ചിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞതാണ്, വെറ്റില മുറുക്കുമ്പോൾ നല്ല പഴുക്കടക്ക കിട്ടുന്നില്ല, അതുകൊണ്ട് നീ എനിക്ക് പഴുക്കടക്ക വാങ്ങിത്തരണം. വടക്കുന്നാഥൻ പറഞ്ഞതായിട്ട്. ബഷീർ ഉടനെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന പൊന്നിക്കർ റാഫി എന്ന് പറയുന്ന എറണാകുളത്തുകാരനാണ്, റാഫി വിളിച്ചിട്ട് നല്ല പഴുക്കടക്ക കൊണ്ടുവരാൻ പറഞ്ഞു. പഴുക്കടക്ക കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കടലാസിൽ പൊതിഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ മതിൽപ്പുറത്ത് നിന്ന് അകത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ചോദിച്ചാൽ സങ്കല്പം എങ്ങനെയാണ്? സങ്കല്പം വളരെ വാസ്തവമായിരുന്നു. ഉറക്കത്തിലുള്ള പകലും ഉണർവിലും ഒക്കെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബഷീറിനെ പോലെ ചില ആളുകൾ, വിശേഷം സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ തങ്ങളുടെ ഈ ഇത്തരം മതിഭ്രമങ്ങളെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ സഹായിക്കാൻ ഹോമിയോപ്പതിക്ക് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മളുടെ കയ്യിൽ ഇത്തരം ആളുകൾ വന്നെത്താറില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മൾ അത്തരം ആളുകളെ തേടിച്ചെന്ന് അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം. ഡിസ്കണ്ടന്റ് ആൻഡ് ഡിസ്പയർ, അതൃപ്തി, നിരാശ. ഡിസ്പയർ ഇറ്റാലിക്സിലാണ്. ഒന്നിനും തൃപ്തിപ്പെടുന്നില്ല. ഡിസ്കറേജ്ഡ് അബൌട്ട് ഹെർ ഡിസീസ് ആൻഡ് തിങ്സ് ഇറ്റ് ഈസ് പ്രൂവിങ് ആൻ ഇൻക്യൂറബിൾ ഡിസീസ്. തൻ്റെ രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് ധൈര്യം നഷ്ടപ്പെടുന്നു, മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുത്തു പോകുന്നു. അത് ഒരു സുഖപ്പെടുത്താനാവാത്ത ഒരു മാറാരോഗമാണെന്ന് ചിന്തിക്കുന്നു. ഡൾനെസ് ഓഫ് മൈൻഡ്, മനസ്സ് മന്ദി ഭവിച്ചു പോകുന്നു. ഇമാജിനറി ഫിയേഴ്സ് ആൻഡ് വെക്സേഷൻസ് ആഫ്റ്റർ മെൻ്റൽ എക്സേഷൻ, മാനസികമായ ഒരു അധ്വാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയജനകമായ കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നു. മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. അത് മാനസിക അധ്വാനത്തെ തുടർന്നുണ്ടാകുന്നതാണ്.
ഇമോഷണൽ ആൻഡ് ഈസിലി മൂവ് ടു ലാഫ്റ്റർ ഓർ ടിയേഴ്സ്. വളരെ വൈകാരികത, അതിവൈകാരികത കാണിക്കുന്നു. ചിരിക്കാനും കരയാനുമുള്ള പ്രേരണകൾ മാറി മാറി വരുന്നു. എക്സാൾട്ടേഷൻ ഓഫ് ഫാൻസി, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈഫോയിഡ് പോലുള്ള, ജലപ്പനി പോലുള്ള ചില പകർച്ചവ്യാധികളിലും ചില പനികളിലും ഒക്കെ ഇത്തരം ഫാൻസീഡ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. എക്സാൾട്ടേഷൻ, ആ ഫാൻസീഡ്, ആ സങ്കല്പ ലോകത്തിൽ അയാളിങ്ങനെ അഭിരമിക്കുകയാണ്, എക്സാൾട്ട് ചെയ്യുകയാണ്. വെറുതെ സങ്കല്പമല്ല, സങ്കല്പ ലോകത്തിൽ വല്ലാതെ ഇങ്ങനെ അഭിരമിക്കുന്നു. എക്സേഷൻ ഓഫ് മൈൻഡ് അഗ്രവേറ്റ്സ് ഓൾ മെന്റൽ ആൻഡ് മെനി ഫിസിക്കൽ സിംറ്റംസ്. മനസ്സിന്റെ അധ്വാനം കൊണ്ട് നിരവധി മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഗ്രേറ്റ് ഫിയർ അറ്റ് നൈറ്റ്, രാത്രിയിൽ വല്ലാതെ ഭയം, ചെറിയ ഗ്രേറ്റ് ഫിയർ ഓഫ് ബ്രെയിൻ ലീഷൻ വിത്ത് ഹെഡ് ഏക്ക് ഇൻ ദ മോർണിംഗ്. തലച്ചോറിൽ എന്തോ ഒരു തടിപ്പുണ്ട്, മുഴയുണ്ട് എന്നൊക്കെ ഭയപ്പെട്ടിട്ട് നേരം വിളിക്കുമ്പോഴേക്കും തലവേദനയാണ്. ഫിയർ അബൌട്ട് ഫാമിലി മാറ്റേഴ്സ്, ഓൾസോ അബൌട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഭയം. ഫിയർ ഓഫ് ഡ്രഡ് ഓർ വർക്ക് ഓർ എനി എക്സേർഷൻ. അധ്വാനം ഇയാൾക്ക് പ്രശ്നമാണ്. ജോലിയെക്കുറിച്ചും എന്തെങ്കിലും അധ്വാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം ഉണ്ടാകുന്നു, വല്ലാതെ ഭീതി ഉണ്ടാകുന്നു. കംപ്ലൈൻസ് ഫ്രം ഫിയർ, ഈ ഭയം കൊണ്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും കൽക്കരിയ സിലിക്കേറ്റ കവർ ചെയ്യുന്നുണ്ട്. ഹി ഈസ് സോ ഫോർഗറ്റ്ഫുൾ ദാറ്റ് ഹി കാനോട്ട് റീകോൾ ദ സെന്റൻസ് ജസ്റ്റ് സ്പോക്കൺ. താൻ ഇപ്പൊ പറഞ്ഞ വാചകം എന്താണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മറവി സംഭവിക്കുന്നു. ഈസിലി ഫ്രൈറ്റൻഡ്, അത് ഇറ്റാലിക്സാണ്. വളരെ പെട്ടെന്ന് അയാൾ ഭയപ്പെട്ടു പോകും, ശബ്ദം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് പെട്ടെന്ന് ഭയപ്പെട്ടു പോകും. ഓൾ ദ ടൈം ഇൻ എ ഹറി, എപ്പോഴും തിരക്കിട്ടിരിക്കുന്നു, ഒരു അവധാനതയില്ല, ഒന്നിനൊരു സാവകാശമില്ല, എപ്പോഴും തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. മെനി ഹിസ്റ്റീരിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഹിസ്റ്റീരിക്കലായിട്ടുള്ള പലതരം, ഇതൊക്കെ തന്നെ അത്തരം പ്രശ്നങ്ങളാണല്ലോ. ആൻഡ് അറ്റ് നൈറ്റ് ഹിസ് ഐഡിയാസ് ആർ അബണ്ടൻറ്റ്, രാത്രിയാകുമ്പോൾ ആശയങ്ങളുടെ സമ്പന്നത. ഇത് ഞാനൊരു സുഹൃത്തിൽ കണ്ടിട്ടുള്ളതാണ്. ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലതൊക്കെ മണ്ടത്തരമായിരിക്കും, നടക്കാനാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നടത്താൻ പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ സഹപ്രവർത്തനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചില മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാണ് ഈ ആശയധാരാളിത്വം. ആശയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണകരമായ, അയാൾക്കും സമൂഹത്തിനും വർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും കുടുംബത്തിനും ഗുണകരമായ ആശയങ്ങളാണ് നല്ലൊരു കാര്യം. പക്ഷെ അങ്ങനെയല്ല, ആശയങ്ങളുടെ അമിതമായ ആ ഒരു ധാരാളിത്തം, അതൊരു മാനസിക പ്രശ്നം തന്നെയാണത്. ബട്ട് ഇൻ ഡേ ടൈം ഡെഫിഷ്യൻസി. അപ്പോൾ ഈ കൽക്കരി സിലിക്കേറ്റ രോഗിയെ സംബന്ധിച്ചോളം ഈ ആശയ ധാരാളത്തിന് രാത്രിയിലേ ഉള്ളൂ, പകലില്ല. പകലിൽ ആശയ ദാരിദ്ര്യമാണ്. മെനി ഓഫ് ദ മെന്റൽ സിംപ്റ്റംസ് ആൻഡ് ഹിസ് അപ്പിയറൻസ് ആർ ലൈക്ക് ഓൺ അപ്രോച്ചിങ് ഇംബെസിലിറ്റി. ബുദ്ധിമാന്യത്തിലേക്ക്, ബുദ്ധി പൂർണ്ണമായിട്ടും മന്ദിച്ച അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന പോലെയാണ് അയാളുടെ ഒരു അപ്പിയറൻസ്. അയാളെ കണ്ടാൽ തന്നെ അങ്ങനെ തോന്നും. അയാളുടെ മാനസികാവസ്ഥയും അങ്ങനെയാണ്. ഈസ് വെരി ഇംപേഷ്യൻറ്റ് വിത്ത് എവറിത്തിങ് ആൻഡ് എവരിബഡി. എല്ലാവരുമായിട്ടും വല്ലാതെ ഒരു അക്ഷമ സ്വഭാവം, അക്ഷമത കാണിക്കുന്നു. അട്ടർലി അംബീഷൻലെസ്, അതൊരു കൊട്ടേഷൻ ഒരു പ്രോഗ്രാം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അധികമൊന്നും കാണുന്ന ലക്ഷണമല്ല. ഒട്ടും അയാൾക്കൊരു അംബീഷനില്ല. അതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉത്കർഷയിച്ച, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത തീരെയില്ല അയാൾക്ക്. അപ്പോൾ അയാൾക്ക് മാന്യ ഒരു ഇമ്പസിലിറ്റിയിലേക്ക് പോകുന്ന ആൾ ടോട്ടലി അല്ലെങ്കിൽ അട്ടർലി അംബീഷൻലെസ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണുള്ളൊരു സമ്പൂർണ്ണ മാന്യം വരുന്നത്. നോ ഡിസയർ ഫോർ ഫിസിക്കൽ ഓർ മെന്റൽ വർക്ക് ആൻഡ് അവേർഷൻ ടു എക്സസൈസ്. എന്തെങ്കിലും അധ്വാനത്തോട് വ്യായാമത്തോടൊക്കെ ഉള്ള ഒരു വിമുഖത, മടി. ഇറസൊല്യൂഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. മാർക്ഡ് ഇറബിറ്റബിലിറ്റി ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും വല്ലാത്ത ഒരു അസ്വസ്ഥത, ശ്രദ്ധേയമായൊരു അസ്വസ്ഥത. ആഫ്റ്റർ കൊയിഷൻ, നമ്മൾ നേരത്തെ കണ്ടു, ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം പല വർഷങ്ങളുകൊണ്ട് ഈ ഒരു അസ്വസ്ഥതയും അതിനുശേഷമുണ്ട്. അതൊരു അസാധാരണ ലക്ഷണമാണ്. റിലാക്സേഷന് പകരം ഇറിറ്റബിലിറ്റി. ഫ്രം കൺസലേഷൻ, അയാളെ സമാശ്വസിപ്പിക്കുമ്പോഴും ഇയാൾ കാണിക്കുന്നത് അസ്വസ്ഥതയാണ്. ഡ്യൂറിങ് ഹെഡ് ഏക്ക്, തലവേദനയുടെ സമയത്ത്. എബൌട്ട് ട്രിഫിൾസ്, നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അസ്വസ്ഥയും ഇറിറ്റബിലിറ്റി അയാൾ കാണിക്കുന്നത്. കാര്യമുള്ള കാര്യങ്ങളാണ് പിന്നെയും കൊള്ളാം. ലാമെന്റിങ് ആൻഡ് വെയിലിംഗ്, എന്തിനെക്കുറിച്ചും ഇങ്ങനെ സങ്കടപ്പെട്ട് പരാതി പറഞ്ഞ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോത്തിങ് ഓഫ് ലൈഫ്, ജീവിതം മടുത്തുപോയി. മെമ്മറി വെരി വീക്ക്, ഓർമ്മകൾ വല്ലാതെ മങ്ങിപ്പോയി. മിസ്റ്റേക്സ് ഇൻ സ്പീക്കിംഗ്, മിസ്പ്ലേസസ് വേർഡ്സ്, സംസാരത്തിൽ തെറ്റുകൾ വരുന്നു, വാക്കുകൾ മാറി മറിച്ചുമൊക്കെ പറയുന്നു.
ചേഞ്ചബിൾ മൂഡ്, മൊറോസ്, ജനറലി ബെറ്റർ വെൻ ഒക്കുപ്പേഡ്. അപ്പം ആ ഒരു മാനസിക അവസ്ഥ മാറിക്കൊണ്ടിരിക്കും, പലപ്പോഴും മുഖം കറുപ്പിച്ചിരിക്കും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ജോലി ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാൾ ബെറ്ററാണ്. എക്സ്ട്രീം പ്രൊസ്ട്രേഷൻ ഓഫ് മൈൻഡ്, മനസ്സ് അങ്ങേയറ്റം തളർന്നടിഞ്ഞു പോയി. റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ആങ്ഷ്യസ് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിൽ വല്ലാതെ തളർന്നടിഞ്ഞു പോകുന്നു, അസ്വസ്ഥരാകുന്നു, വല്ലാതെ ഉത്കണ്ഠപ്പെടുന്നു. സാഡ്നെസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഡ്യൂറിങ് ദ ഡേ, പകൽ സമയം പ്രഭാതത്തിലൊക്കെ ദുഃഖം. സാഡ്നെസ് ഡ്യൂറിങ് ഹീറ്റ്, ചൂടുള്ള സമയത്ത് ദുഃഖം വരുന്നു, ചൂട് പ്രശ്നമുണ്ടാകുന്നു. മെൻ്റൽ ഡിപ്രഷൻ വിത്തൗട്ട് കോസ്, വിശേഷ കാരണമൊന്നുമില്ലാതെ മനസ്സ് മന്ദീഭവിച്ചു പോകുന്നു, വിഷാദം ഉണ്ടാകുന്നു, കാരണമൊന്നുമില്ല. ഡൾനെസ് ഓഫ് സെൻസസ്, വെരി സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് ടു മൈൽഡ് റബ്യൂക്ക് ഫ്രം എ ഫ്രണ്ട്. അപ്പോൾ അയാളുടെ ഇന്ദ്രിയങ്ങളൊക്കെ മന്ദീഭവിച്ചിരിക്കുകയാണ്. ശബ്ദത്തോട് വല്ലാതെ സംവേദനക്ഷമതയുണ്ട്, ശബ്ദം ഇയാളെ വല്ല അസ്വസ്ഥപ്പെടുന്നു. ഒരു സുഹൃത്ത് വെറുതെ ഒരു വഴക്ക് പറഞ്ഞാൽ മതി, ഇയാളുടെ മനസ്സാകെ ഇടിഞ്ഞു പോവും, അത്രയും സെൻസിറ്റീവാണ്. ദ മെൻ്റൽ സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം സെക്ഷൽ എക്സസ്, അമിതമായ ലൈംഗിക പ്രക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. ഷ്രീക്കിംഗ് ഡ്യൂറിങ് സ്ലീപ്പ്, രാത്രിയിൽ ഇങ്ങനെ ഉറക്കത്തിൽ വല്ലാതെ ഉച്ചത്തിൽ അലറി വിളിക്കുന്നു. ഈസിലി ഷാർട്ടിൽഡ്, പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു. സ്റ്റാർട്ടിങ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൽ ഞെട്ടിയുണരുന്നു. സ്റ്റുപ്പിഫാക്ഷൻ ആൻഡ് ഡിസ്പോസിഷൻ ടു സൂയിസൈഡ്, ആകെ മന്ദീഭവിച്ചിരുന്നിട്ട് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു. ഇൻഡിസ്പോസ്ഡ് ടു ടോക്ക് ഓർ ടു ബി ടോക്ക് ടു, സംസാരം കേൾക്കാനോ ഉള്ളൊരു വിമുഖത. ആൻഡ് ഇൻക്ലൈൻസ് ടു സിറ്റ് ഇൻ സൈലൻസ്, ശാന്തമായി നിശബ്ദമായി ഇരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ടിമിഡ് ആൻഡ് ബാഷ്ഫുൾ, വല്ലാതെ ഭീരുത്വം, വല്ലാതെ ലജ്ജാവിവശയായിരിക്കുന്നു. ഷീസ് അൺകോൺഷ്യസ് ആൻഡ് ഹെർ കണ്ടക്ട് ഈസ് ഓട്ടോമാറ്റിക്. വിയറി ഓഫ് ലൈഫ്, അബോധാവസ്ഥയിലെന്ന പോലെ ആണ് അവരുടെ ഒരു പ്രവൃത്തി. അത് സ്ത്രീയുടെ കാര്യമായ പ്രവൃത്തി. യാന്ത്രികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, യാന്ത്രികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ജീവിതത്തോട് മടുപ്പ്, ജീവിതത്തോട് വിരക്തി വരുന്നു. വീപ്പിംഗ് അറ്റ് നൈറ്റ്, ഇൻ സ്ലീപ്പ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു കീപ് ഫ്രം bursting into sobs from imaginary fears and worries. Sits and weeps by the hour. The will is almost lost. Great aversion to mental work. വല്ലാത്തൊരു അവസ്ഥയാണ്. രാത്രിയിൽ ഇങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കുന്നു, വിങ്ങിക്കരഞ്ഞു, ഉറക്കത്തിലും വിതുമ്പുന്നു, വിങ്ങിക്കരയുന്നു. ഒരു സാങ്കല്പികമായ ഭയം കൊണ്ടും മനപ്രയാസം കൊണ്ടും ഒരു വിതുമ്പലിലേക്ക് വരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് പെട്ടെന്ന് വിതുമ്പി പോകില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബേസ്റ്റിംഗ് ഇൻ ടു സോബ്സ്, സാങ്കല്പികമായ ഭയങ്ങൾ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വിതുമ്പി പോകുന്നു. സിറ്റ്സ് ആൻഡ് വീപ് ബൈ ദ അവർ, കുറേ നേരം ഇങ്ങനെ കുത്തിയിരിക്കുന്നു, സങ്കടപ്പെടുന്നു. അവരുടെ ഇച്ഛാശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. എന്തെങ്കിലും ചെയ്യാനുള്ള ഇച്ഛ, ജീവിച്ചിരിക്കാനുള്ള ഇച്ഛ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഗ്രേറ്റ് ആവേർഷൻ മെന്റൽ വർക്ക്, മാനസികാധ്വാനത്തോട് വല്ലാത്ത വിമുഖത. വെർട്ടിഗോ മോർണിംഗ് ഇൻ റൈസിംഗ്, ആഫ്റ്റർ റൈസിംഗ് ഇൻ ഈവനിങ്, ടെൻഡൻസി ടു ഫോൾ ബാക്ക്വേർഡ് ഡ്യൂറിങ് ഹെഡ് ഏക്ക്. തലകറക്കം പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷമുണ്ട്, സായാഹ്നത്തിലുണ്ട്, തലവേദനയുടെ സമയത്ത് പിന്നാക്കം വീണുപോകാനുള്ളൊരു പ്രവണത കാണിക്കുന്നു. വെർട്ടിഗോ ലുക്കിംഗ് അപ്വേർഡ്സ് വൈൽ ലൈയിങ് ഫ്രം മെന്റൽ എക്സർഷൻ വെൻ നോസിയ ഓൺ റൈസിംഗ് ഫ്രം സ്റ്റൂപ്പിംഗ് വൈൽ സിറ്റിംഗ് ഓൺ സ്റ്റൂപ്പിംഗ് വെൻ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ. അപ്പോൾ ഒട്ടുമിക്ക തരത്തിലുള്ള തലകറക്കമുണ്ട്. മേലേക്ക് നോക്കുമ്പോൾ, കിടക്കുമ്പോൾ, മാനസികാധ്വാനം കൊണ്ട് ഓക്കാനം വരുമ്പോൾ, മുന്നോട്ട് ആഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നും നിവരുമ്പോൾ, ഇരിക്കുമ്പോൾ, മുന്നോട്ട് ആഞ്ഞു നിൽക്കുമ്പോൾ, തുറസായ വകയിൽ നടക്കുമ്പോഴൊക്കെ നോക്കുക. മാനസിക ലക്ഷണങ്ങൾ, തലയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ എത്രയോ ധാരാളമായുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടേറിയ രോഗാവസ്ഥകളുള്ളവരെ നമുക്കിതുകൊണ്ട് സഹായിക്കാൻ സാധിക്കും. ഇതേപോലെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വീണ്ടും വരുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.